Hi, my name is Amir Soil. Welcome to Capstone Learning Hub. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ആദ്യം ഞാൻ ഇന്നൊന്ന് പരിചയപ്പെടുത്താം. വൺസ് അഗെയിൻ ഐ എം അമീർ സുഹൈൽ. ഞാനൊരു CA ഫൈനൽ സ്റ്റുഡൻ്റ് ആണ് ആൻഡ് ദ ഫൗണ്ടർ ഓഫ് ക്യാപ്സ്റ്റോൺ ലേണിംഗ് ഹബ്. എന്താണ് ക്യാപ്സ്റ്റോൺ ലേണിംഗ് ഹബ്? ആദ്യം അതിനെക്കുറിച്ചൊന്ന് പറയാം. ക്യാപ്സ്റ്റോൺ ലേണിംഗ് ഹബ് എന്ന് പറയുന്നത് സ്റ്റഡി റൂമാണ്. CA വിദ്യാർത്ഥികൾക്ക്, CA ഇൻ്റർ ഫൈനൽ വിദ്യാർത്ഥികൾക്ക്, അവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വന്നിരുന്ന് പഠിക്കാനും ഉള്ളൊരു സ്പേസാണ്. ചെറിയൊരു കഥയിലൂടെ ഞാൻ എങ്ങനെയാണ് ക്യാപ്സ്റ്റോൺ ലേണിംഗ് ഹബ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു സ്റ്റോറി, ഒരു ചെറിയൊരു കഥയിലൂടെ ഞാൻ പറയാം. 2018 ഞാൻ ഡയറക്റ്റ് എൻട്രി ത്രൂ CA ജോയിൻ ചെയ്യുന്നത്. എൻ്റെ 3ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാകുന്നത്. ടോട്ടലി 9ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ CA ഇൻ്റർമീഡിയറ്റ് ബോത്ത് ഗ്രൂപ്പ് അത് ക്ലിയർ ചെയ്യുന്നത് സെപ്റ്റംബർ 2024. എല്ലാ സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന പോലെ ഈ 9 അറ്റംപ്റ്റിൽ ഞാൻ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും മെയിനായിട്ട് ഫേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമായിരുന്നു. ആ ഒരൊറ്റ റീസൺ കൊണ്ട് തന്നെയാണ് 9 അറ്റംപ്റ്റ് വരെ ഞാൻ എത്തിയതും. അങ്ങനെ ഒരു ദിവസം പഠിക്കുന്നതിനിടയിലാണ് ചെറിയൊരു ആശയം തലയിലോട്ട് വന്നത്. ശരിക്കും CA ഇൻ്റർമീഡിയറ്റ് പാസ്സാകാൻ 9 അറ്റംപ്റ്റൊക്കെ എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഉള്ളത് പറയുകയാണെങ്കിൽ ഇല്ല, അത് കുറച്ച് ഓവർ തന്നെയാണ്. ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് ഞാൻ ആക്ച്വലി ഈ ഒരു ക്യാപ്സ്റ്റോൺ ലേണിംഗ് ഹബ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു സംരംഭം, ഈ ഒരു ചെറിയൊരു CA വിദ്യാർത്ഥികൾക്ക് ഉള്ള സ്റ്റഡി റൂം എന്ന് പറയുന്ന ചെറിയൊരു കോൺസെപ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഞാൻ ക്യാപ്സ്റ്റോൺ ലേണിംഗ് ഹബ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറായി മാറിയതും. ഈ ഡിസംബർ 1-ാം തീയതിയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, എന്തിന് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ഒന്ന് പഠിക്കണം? എൻ്റെ വീട്ടിലിരുന്ന് പഠിച്ചാൽ പോരെ, അതിന് നിൻ്റെ അവിടെ വന്നിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ശരിയാണ്, വീട്ടിലിരുന്ന് പഠിച്ചാലും പാസ്സാകും. തിരിച്ച് ഞാൻ അവരോട് ചെറിയൊരു ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ, സുഹൃത്തെ, നമ്മളെല്ലാവരും കേരളത്തിലെ തന്നെ ടോപ്പ് CA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിട്ടാണ് നമ്മൾ വന്നത്. ടോപ്പ് CA ഫാക്കൽറ്റീസാണ് നമുക്കൊക്കെ ക്ലാസ് എടുത്തത്. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലിയർ ചെയ്യാതെ പോകുന്നുണ്ട് നമ്മൾ എക്സാം. അത് എന്തുകൊണ്ടാണ്? അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, നമ്മൾ തന്നെയാണ് ക്ലിയർ ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ. നമ്മൾ ഫ്രണ്ട്സിൽ ചോദിച്ച പോലെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വീട്ടിൽ നിന്ന് പഠിക്കുന്നതിൻ്റെയും ക്യാപ്സ്റ്റോൺ ലേണിംഗ് ഹബിൽ വന്ന് പഠിക്കുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് പഠിക്കുന്നതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും ഇവിടെ വന്ന് പഠിക്കുമ്പോഴുണ്ടാവുക. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീടെന്ന് പറയുന്നത് ആക്ച്വലി നമ്മളൊരു കംഫർട്ട് സോണാണ്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം, കംഫർട്ടായിട്ട് പഠിക്കാം. പിന്നെ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കറക്റ്റ് ടൈമിന് ഫുഡ് കിട്ടും. ആ ഒരു 2 കാര്യം മെയിനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജേ ഉള്ളൂ. എന്നാൽ വീട്ടിൽ നിന്ന് ഉള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്, ക്യാപ്സ്റ്റോണിൽ നിങ്ങൾ ഇവിടെ വന്ന് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ആണ് നിങ്ങൾക്ക് കിട്ടുന്നൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഓരോ കുട്ടികൾക്കും ഡെഡിക്കേറ്റഡ് സ്പേസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ക്യൂബിക്കിളായിട്ട് ഒരു പോർഷൻ, ഒരു ചെറിയൊരു ക്യാബിൻ പോലെ ഒരു പോർഷൻ ഒരാൾക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്.